എല്ലാവർക്കും വീണ്ടും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ രാവിലെ തന്നെ നമ്മൾ കുഞ്ഞ് അടുക്കളത്തോട്ടത്തിലോട്ട് വന്നിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ദിവസം ഒരു 10 മിനിറ്റ് ഞാൻ എന്തായാലും ഇവിടെ ചിലവാക്കാറുണ്ട്. ഒന്ന് വെള്ളം ഒഴിക്കാനായിട്ടായാലും പിന്നെ അതിൽ പുഴുക്കളോ അങ്ങനെ പ്രാണികളൊക്കെ ഉണ്ടെങ്കിൽ അതിനെയൊക്കെ എടുത്ത് നശിപ്പിച്ച് കളയാനൊക്കെ ആയിട്ട് എന്തായാലും ഞാൻ കുറച്ച് സമയം ഇവിടെ ചിലവാക്കാറുണ്ട് കേട്ടോ. അപ്പോൾ കുറച്ച് തക്കാളി, പയർ, വഴുതന, പിന്നെ കോവയ്ക്ക ഇതൊക്കെ കുറച്ച് പറിച്ചെടുക്കാനായിട്ട് പാകമായിട്ട് നിൽപ്പുന്നുണ്ടായിരുന്നു. പിന്നെ അതൊക്കെ പറിച്ചെടുത്തു. പിന്നെ മോളാണ് കേട്ടോ ഒന്ന് വീഡിയോ എടുക്കുന്നത്. സ്കൂളൊക്കെ അടച്ചുകൊണ്ട് എപ്പോഴും ഇനി വീട്ടിലുണ്ടാവുമല്ലോ, അപ്പോൾ അതുകൊണ്ട് വീഡിയോ എടുക്കാൻ ഹെൽപ്പ് ചെയ്യാമെന്ന് പറഞ്ഞു. ഓക്കെ ശരി ആയിക്കോട്ടെ എന്ന് പറഞ്ഞു. അങ്ങനെ ഇപ്പോൾ ഫുള്ള് വീഡിയോ എടുക്കുന്ന ഇപ്പോൾ മോളാണ്. പിന്നെ ഈ ഒരു പന്തലിൽ ഞാൻ പയറും പിന്നെ കോവൽ, വാളരിപ്പയർ അങ്ങനെ 3 ഐറ്റംസ് പടർത്തിയിട്ടുണ്ട് കേട്ടോ. കോവൽ 2 മാസം മുമ്പ് നട്ടതാണ്. നന്നായിട്ട് പടർന്നിട്ടുണ്ട്, കായ്ച്ച് നന്നായിട്ട് കായ്ച്ചിട്ടുണ്ട്. പിന്നെ ഇടയ്ക്കിടയ്ക്ക് വളം ഇട്ട് കൊടുക്കണം, നന്നായിട്ട് വെള്ളമൊക്കെ കൊടുക്കുമ്പോൾ ഇഷ്ടംപോലെ കായ്ക്കും കേട്ടോ. എപ്പോഴും കിട്ടുകയും ചെയ്യും. അത്യാവശ്യത്തിന് നമുക്ക് ഓടിപ്പോയി ഒരു 5-6 പറിച്ചെടുത്തുകൊണ്ട് വന്ന് മെഴുക്ക് പുരട്ടി തോരനൊക്കെ വെക്കാമല്ലോ. അങ്ങനെ പച്ചക്കറിയൊക്കെ പറിച്ച് കഴിഞ്ഞിട്ട് വീണ്ടും ഞാൻ മുകളിലോട്ട് പോയി കേട്ടോ, വെള്ളം ഒഴിക്കാൻ വേണ്ടിയിട്ട്. ഇതപ്പോൾ മോൾ അവിടെ നിന്ന് തുണി കഴുകുന്നുണ്ട്. 1-2 പുതിയ ഡ്രസ്സാണ്. അത് അങ്ങനെ മെഷീൻ ഇടണ്ട, ജസ്റ്റ് ഒന്ന് കൈകൊണ്ട് കഴുകിയാൽ മതി എന്ന് പറഞ്ഞുകൊണ്ട് മനസ്സോടെ കഴുകുകയാണ്. ഇത് അപ്പുറത്ത് റബ്ബർ മുറിക്കുകയാണ് കേട്ടോ. നമ്മുടെയൊക്കെ വീടിൻ്റെ ഫ്രണ്ട് സൈഡിലായിട്ട് നിന്നിരുന്നതാണ് കേട്ടോ. മാമിയുടെ റബ്ബറാണ്. മുറിച്ച് കഴിഞ്ഞപ്പോൾ ഭയങ്കര വെയിലായിട്ടോ. ഇപ്പോൾ സിറ്റൗട്ടിൻ്റെ ആ ഭാഗത്തൊക്കെ ഉച്ചയ്ക്കൊക്കെ ഭയങ്കര വെയിലും ചൂടുമാണ്. നമ്മൾ 3 വീട്ടുകാർക്കും ഇപ്പോൾ ഭയങ്കര ചൂടാണ്. മരങ്ങളുണ്ടായിരുന്നപ്പോൾ ഒരു തണൽ തന്നെയായിരുന്നു കേട്ടോ. അങ്ങനെ കുറച്ച് നേരം മരം മുറിക്കുന്നതൊക്കെ കണ്ടുകൊണ്ട് എന്നതിന് ശേഷം ഞാൻ പിന്നെ പോയിട്ട് കറി വയ്ക്കാൻ പോവുകയാണ്. ഇന്ന് ബീഫാണ് വെക്കുന്നത്. ആദ്യം കുക്കറിലിട്ടൊന്ന് വേവിച്ചതിന് ശേഷം പിന്നീട് റോസ്റ്റ് പോലെ ആക്കി എടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ആദ്യം കുക്കറിൽ ബീഫ് ഇട്ടു, പിന്നീട് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതിട്ട്, പിന്നെ ഒരു 3 സവാള, ഒരു 2-3 പച്ചമുളക്, ഒരു തക്കാളി, ഇത് ഇത്ര ഇട്ടു, പിന്നെ ഉപ്പ് ചേർത്തു. ഇങ്ങനെ ബീഫ് കറി വയ്ക്കുന്നത് നല്ല എളുപ്പമാണ്, നല്ല ടേസ്റ്റുമാണ് കേട്ടോ. അപ്പോൾ ഇനി ഇതിലോട്ട് ചേർക്കുന്ന മസാലയൊക്കെ ഒന്ന് മൂപ്പിച്ചിട്ട് ചേർക്കാമെന്നാണ് വിചാരിച്ചത്. അപ്പോൾ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് നമ്മൾ മല്ലിയും മുളകും ഒക്കെ ഒന്ന് മൂപ്പിച്ചിട്ടാണ് അതിലോട്ട് ചേർക്കുന്നത്. അപ്പോൾ നല്ലൊരു കളറും കിട്ടും, ടേസ്റ്റും കൂടും. ബീഫ് 1 കിലോ ആണ് എടുത്തിട്ട്. അപ്പോൾ ഒരു 3 സ്പൂൺ മല്ലിപ്പൊടിയും, ഒരു 1.5 സ്പൂൺ മുളക് പൊടി, 3/4 സ്പൂൺ മല്ലിപ്പൊടി, 3/4 സ്പൂൺ ഗരം മസാലപ്പൊടി, പിന്നെ ഇതിന് ശേഷം കുരുമുളക് ചേർക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് മുളക് പൊടിയൊക്കെ അത്രേ ഇടുന്നുള്ളൂ. പച്ചമുളകിൻ്റെയൊക്കെ എരി ഉണ്ടല്ലോ, ഇവിടെ എരി കുറച്ച് മതി, അതുകൊണ്ടാണ് അത്രയൊക്കെ ചേർത്തത് കേട്ടോ. അപ്പോൾ ഇതെല്ലാം കൂടെ നേരെ അതിലോട്ടങ്ങ് തട്ടിയിട്ടുണ്ട്. ഇനി നന്നായിട്ട് കൈയൊക്കെ കഴുകിയിട്ട് വന്നിട്ട് എല്ലാം കൂടി ഒന്ന് കൂട്ടി യോജിപ്പിക്കുകയാണ് കേട്ടോ. കൈ കൊണ്ട് തന്നെ ഞെവിടി കൂട്ടി യോജിപ്പിക്കുകയാണ്. അപ്പോൾ അതിന് മുമ്പായിട്ട് കുറച്ച് കുരുമുളക് പൊടിയും ഒരു 3-4 സ്പൂൺ വെളിച്ചെണ്ണയും കറിവേപ്പിലയും കൂടെ ചേർത്തിട്ട് കൈ കൊണ്ട് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുകയാണ് കേട്ടോ. അത് കഴിഞ്ഞിട്ട് ഒരു 4 വിസിൽ കേൾപ്പിക്കുന്നുണ്ട്. അപ്പോൾ ഓരോരുത്തരുടെയും കുക്കറിൻ്റെ സ്വഭാവം അവരവർക്കല്ലേ അറിയാം. അപ്പോൾ ഞാനൊരു 4 വിസിലാണ് കേട്ടോ കേൾപ്പിക്കുന്നത്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ആദ്യം ഒരു ഫുൾ തീയിലാണ് ഒരു വിസിൽ കേൾക്കുന്നത്, പിന്നീട് തീ കുറച്ച് വെച്ചിട്ട് 3 വിസിൽ, അങ്ങനെയാണ് കേട്ടോ. അപ്പോൾ കുക്കർ അടയ്ക്കുന്നതിന് ഇപ്പോൾ കുറച്ച് വെള്ളം കൂടി ചേർത്തിട്ടുണ്ട് കേട്ടോ. ബീഫിൽ നിന്ന് എന്തായാലും വെള്ളം ഊറി വരും, എന്നാലും ഇച്ചിരി കൂടി ഇരുന്നോട്ടെ എന്ന് വിചാരിച്ചു. ഇപ്പോൾ ഈ സമയത്ത് ചോറും വെന്ത് വന്നിട്ടുണ്ട്. ചോറ് ഇറക്കുന്ന അടുപ്പിലോട്ട് കറി എടുത്ത് മാറ്റി വയ്ക്കുകയാണ് കേട്ടോ. തീ ഇങ്ങനെ വെറുതെ കത്തിക്കൊണ്ടിരിക്കുമ്പോൾ നമുക്ക് ഗ്യാസ് ചിലവാക്കാൻ തോന്നില്ലല്ലോ. അതുമാത്രമല്ല, പെരുന്നാൾ കഴിഞ്ഞിട്ട് ഗ്യാസ് തീരാവുന്നൊരു ലക്ഷ്യം കൂടി എനിക്കുണ്ട്. നമ്മളിങ്ങനെ ചോറൊക്കെ ഊറ്റുന്ന സമയത്ത് കലം ഏതെങ്കിലും ഒരു നല്ല ഗ്രിപ്പ് കിട്ടുന്ന അല്ലെങ്കിൽ തെന്നിപ്പോകാത്ത ടൈപ്പ് തുണിയൊക്കെ ഇട്ടിട്ട് അതിൻ്റെ മുകളിൽ വെക്കണം കേട്ടോ. അല്ലെങ്കിൽ ചിലപ്പോൾ കലമൊക്കെ തെന്നി ചൂടുവെള്ളമൊക്കെ പുറത്ത് വീഴാനൊക്കെ ചാൻസ് ഉണ്ട്. അപ്പോൾ എന്തായാലും പയറും കൂടി അങ്ങ് തോരൻ വെക്കാമെന്ന് വിചാരിച്ചു. നമ്മളിന്ന് പറിച്ചെടുത്ത പയറാണേ. അപ്പോൾ അതിൽ നിന്ന് പകുതി എടുത്ത് അടുപ്പ് ഒഴിയുന്നതിനനുസരിച്ച് ഓരോന്നോരോന്നങ്ങ് റെഡിയാക്കി എടുക്കാമല്ലോ. അപ്പോൾ അടുപ്പിൽ ബീഫ് വെന്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഏകദേശം വെന്ത് കഴിഞ്ഞു. അപ്പോൾ അതങ്ങോട്ട് ഇറക്കി വെച്ചിട്ട് ചോറും പൊരിച്ചെടുത്ത് മാറ്റി വെച്ചു. പിന്നെ പയർ തോരൻ വയ്ക്കാനായിട്ട് വെച്ചു കേട്ടോ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് വേണം ബീഫ് ഒന്ന് റോസ്റ്റാക്കി എടുക്കാനായിട്ട്. ആ സമയം കൊണ്ട് കുക്കറിലെ പ്രഷറും ഒക്കെ പോയി കിട്ടും. അപ്പോൾ തോരൻ വെക്കാനായിട്ട് ചട്ടി അടുപ്പത്ത് വെച്ചു, എണ്ണ ഒഴിച്ചു, കടുക് പൊട്ടിച്ചിട്ടുണ്ട്. കറിവേപ്പില ഇടുന്നില്ല കേട്ടോ, ദാരിദ്ര്യമാണ്, അതുകൊണ്ട് വേണ്ടെന്ന് വെച്ച്. പിന്നെ പയറിട്ട് ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ നന്നായിട്ട് ആ എണ്ണയിലിട്ടൊന്ന് വഴറ്റിയെടുക്കുന്നുണ്ട്. പിന്നെ തീ നല്ല ചൂടുണ്ട് കേട്ടോ. തീ കുറച്ചാൽ തന്നെ നല്ല ചൂടാണ് അടുപ്പിൽ. അതുകൊണ്ട് എണ്ണ മാത്രമായി കഴിഞ്ഞാൽ പയർ നന്നായിട്ട് വേവത്തുമില്ല, പെട്ടെന്ന് കരിഞ്ഞും പോകും. അതുകൊണ്ട് കുറച്ച് വെള്ളവും കൂടി ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് അടച്ച് വെച്ച് വേവിച്ചെടുക്കുകയാണ്. തോരന് തേങ്ങ തിരുവുന്ന സമയത്ത് ഹുസ്നു വന്ന് അടി ഉണ്ടാക്കുന്നുണ്ട്. പാത്രത്തോടെ അങ്ങ് തേങ്ങ അവൾക്ക് വേണമെന്ന് പറഞ്ഞിട്ട്
എന്നും ഇതുപോലെ അടുത്ത് വന്ന് നിൽക്കട്ടെ തേങ്ങ ചിരവുന്ന സമയത്ത്. എന്നിട്ട് വായിൽ ഞാൻ ഇച്ചിരി പൂലം വെച്ച് കൊടുക്കും. ഇപ്പോൾ അത് ഫുള്ള് അവൾക്ക് വേണമെന്നും പറഞ്ഞിട്ട് അടി ഉണ്ടാക്കുന്നത് കേട്ടോ. അങ്ങനെ അത് എൻ്റെ നിന്ന് തട്ടിപ്പറിച്ചുകൊണ്ട് പോയിട്ടുണ്ട്. ഇനി അതെല്ലാം കൂടി തറയെ തട്ടി കളയുന്നതിന് മുമ്പ് അതെങ്ങനെയെങ്കിലും ഞാൻ വാങ്ങാൻ നോക്കുവാണേ. ഒരു രക്ഷയില്ല കേട്ടോ. ഞാൻ ഇങ്ങോട്ട് പിടിക്കുമ്പോൾ അവൾ അങ്ങോട്ട് പിടിക്കുന്നത്. അങ്ങനെ പിടിച്ച് വലിച്ചൊരിച്ചിരി തറയിൽ പോയിട്ടുണ്ട് കേട്ടോ. എന്തായാലും ഞാൻ മേടിച്ചുകൊണ്ട് പോയി തോരനെ അരച്ച് അരപ്പ് ഇട്ടു. അവൾ അവിടെ ഇച്ചിരി നേരം ഇരുന്ന് കരയുകയും ചെയ്തു. അങ്ങനെ തോരൻ റെഡി ആയിട്ടുണ്ട്. ഇതേ കുക്കർ തുറക്കാൻ പോകണ്ട. കറി റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് ചാറൊക്കെ വറ്റിച്ച് നല്ല റോസ്റ്റ് പോലെ ആക്കി എടുക്കാനാണ്. ഡ്രൈ റോസ്റ്റല്ല, കുറച്ച് അരപ്പൊക്കെ നന്നായിട്ട് പൊതിഞ്ഞ പരുവത്തിൽ റോസ്റ്റ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇത് വീണ്ടും കുറച്ച് എണ്ണ ഒഴിച്ചിട്ടുണ്ട്. എണ്ണയുടെ കളിയാണ് കേട്ടോ. പോട്ടെ. പിന്നെ കടുകല്ലല്ലോ, ഉലുവ ഇട്ടു. പിന്നെ ഉലുവ പൊട്ടിച്ച്, പിന്നെ 2-3 വറ്റൽമുളകിട്ടെ. വറ്റൽമുളകിൻ്റെ കുരു ഞാൻ കുറച്ചെടുത്തങ്ങ് കളഞ്ഞിട്ടുണ്ട്. ഇട്ട് കഴിഞ്ഞപ്പോഴാണ് ഞാൻ വിചാരിച്ചത് എരി കൂടിപ്പോയാലോ എന്ന് വിചാരിച്ചിട്ട്. എരി അതിൻ്റെ കുരുവിലാണല്ലോ ഇരിക്കുന്നത്, അപ്പോൾ എരി കുറച്ച് കൂടിയാലോ എന്ന് വിചാരിച്ച് കുരു എടുത്ത് കളഞ്ഞു. പിന്നെ അതേ കുറച്ച് തേങ്ങാക്കൊത്താണ് ഇട്ടത്. തേങ്ങ നല്ല കനം കുറച്ചരിഞ്ഞ തേങ്ങാക്കൊത്തിട്ട് ഇനി അത് നന്നായിട്ട് മൂത്ത് ഇങ്ങനെ വരുമ്പോൾ കുറച്ച് കറിവേപ്പിലയും ഇട്ടു. പിന്നീട് കറി അതിലോട്ടങ്ങ് തട്ടുകയാണ് കേട്ടോ. ഇനി ആ ചാറൊക്കെ വറ്റി നല്ല റോസ്റ്റായിട്ട് വരും. അപ്പോൾ നല്ല ഒരു പരുവത്തിന് നമ്മളങ്ങ് എടുക്കും. ആ തീയിൽ കിടന്ന് നല്ലതായിട്ട് റോസ്റ്റായിട്ട് വരും. അരപ്പ് എല്ലാം ഞാൻ ഇതിലോട്ടങ്ങ് ഒഴിക്കുകയാണ് കേട്ടോ. എല്ലാം വടിച്ചെടുത്തിട്ടുണ്ട്. പാത്രം ഇനി കഴുകേണ്ട ആവശ്യം പോലും ഇല്ല എന്നുള്ള രീതിയിൽ വടിച്ചെടുത്തിട്ടുണ്ട്. അതുകൊണ്ട് ഇങ്ങനെ വല്ലപ്പോഴും ഒക്കെ ഒന്ന് ഇളക്കി വറ്റിച്ചെടുക്കണ്ട. ചാറ് വറ്റിച്ച് ഒന്ന് എടുക്കുകയാണ്. ഒത്തിരി അങ്ങ് ഡ്രൈ ആക്കി എടുക്കത്തില്ല. നമുക്ക് ചോറിൻ്റെ കൂടെയും ചപ്പാത്തിയുടെ കൂടെയൊക്കെ കഴിക്കാനായതുകൊണ്ട് ഒരുപാട് അങ്ങ് വറ്റിക്കുന്നില്ല. ഇതിൽ ആ തേങ്ങാക്കൊത്ത് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് കടിക്കാൻ കിട്ടുമ്പോൾ നല്ല ടേസ്റ്റാണ് കേട്ടോ. അടിപൊളി ടേസ്റ്റാണ്. പിന്നെ ഇതേ ഈ ഒരു പരുവത്തിൽ നമ്മളങ്ങ് എടുക്കുകയാണ്. കാരണം ഇനി അങ്ങ് ഇറക്കി വെച്ചാലും തണുക്കുമ്പോൾ ഒന്നുകൂടെ ഒന്ന് ഡ്രൈ ആവും. അപ്പോൾ അതുകൊണ്ട് ഇത്രേ ആക്കുന്നുള്ളൂ ഇപ്പോൾ. അപ്പോൾ അടുക്കളയിലെ പണിയെല്ലാം കഴിഞ്ഞിട്ട് ഞാൻ പിന്നെ ഉച്ചയ്ക്ക് പാൽ വാങ്ങിക്കാനായിട്ട് പോകണ്ട. ഇതുവഴി ഒരു 2 മിനിറ്റ് നടക്കുമ്പോൾ റോഡിലെത്തും. അപ്പോൾ അവിടെയാണ് പാൽ വണ്ടി വരുന്നത്. സൊസൈറ്റിയിലെ പാൽ വണ്ടിയാണ് കേട്ടോ. അപ്പോൾ ആഴ്ചയിലൊരു 2 ദിവസം 2 ലിറ്റർ പാൽ വീതം വാങ്ങിച്ച് വയ്ക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അത് റോഡിലെത്തിയപ്പോൾ അത് അങ്ങോട്ടും ഇങ്ങോട്ടും റോഡ് ഇങ്ങനെ നിവർന്ന് കിടക്കുകയാണ്. വിജന വീതി എന്നൊക്കെ പറയുന്ന പോലെ. ആരുമില്ല കേട്ടോ. ഉച്ച ആയതുകൊണ്ട് ഞാൻ മാത്രമേ ഇവിടെ ഉള്ളൂ. അങ്ങനെ പാൽ വണ്ടി വന്നു. നമുക്ക് പാലൊക്കെ അളന്ന് തരികയാണ്. അപ്പോൾ അത് മേടിച്ച് ഞാൻ പിന്നെ തിരിച്ചങ്ങ് പോയി. അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറന്നുപോകല്ലേ.